എന്ന് പറഞ്ഞ ഊർജ്ജസ്വലരായ കുറെ ചെറുപ്പക്കാരികളാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. സുഭാഷൻ ടീച്ചറാണ്. മോഡറേറ്റർ ബിനില കെ ബാബു എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിനില വന്നിട്ടുണ്ട്. പിന്നെ സുഭാഷിണി ടീച്ചർ നമുക്ക് അറിയാം, ഒരുപാട് സംഘടനകളില് പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും സജീവമായിട്ട് എല്ലാ കാര്യത്തിനും മുമ്പിൽ നമ്മുടെ കൂടെയുള്ള ടീച്ചറാണ്. പിന്നെ ബിനിലയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കൂടെയുള്ള ആളാണ്. പിന്നെ ഡോക്ടർ ലയ ശേഖർ, പിന്നെ രംന വികാസ് കാരായി, കാവ്യശിഖയുടെ അവാർഡൊക്കെ വാങ്ങി ഇപ്പൊ നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രേഖ CG, നല്ല നല്ല കവിതകൾ എഴുതി നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള രേഖ. ഇവരാണ് ഇനി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും പെണ്ണെഴുത്തുകളുടെ വികാസ പരിണാമത്തിൽ ലിംഗനീതിയുടെ സ്ഥാനം ചർച്ച ചെയ്താലും തീരാത്ത ഈ വിഷയത്തെ കുറിച്ച് എന്ത് പറയാം നമുക്ക് കേൾക്കാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിന് സംസാരിക്കാനൊരു 2 ചോദ്യം ചോദിക്കാനുള്ളൊരു സമയം കിട്ടും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പെണ്ണെഴുത്തുകളുടെ വികാസ പരിണാമത്തിൽ ലിംഗനീതിയുടെ സ്ഥാനം. വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പണ്ട് മുതലേ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു കാലഘട്ടം മുതൽ പൊളിച്ച് പണി നടത്തിക്കൊണ്ടാണ് പെണ്ണെഴുത്തുകൾ കടന്നു വന്നിട്ടുള്ളത്. എത്രയൊക്കെ നമുക്ക് ലിംഗനീതിയുടെ ഒരു പ്രത്യേക പരിഗണന സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചില അവസരങ്ങളിൽ നമുക്കതില്ല. നമുക്ക് ഏവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണത്. പുരുഷന്മാര് ഒരുപാട് സ്ത്രീ ചായ്വുള്ള എഴുത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, നമ്മളെല്ലാം അത് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീയെ പറ്റി എഴുതുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് പൊതുവിൽ എല്ലാവർക്കും വായിക്കുമ്പോൾ ഒരു തളർച്ചയാണ് ഉണ്ടാക്കാറ്. കാരണം സ്ത്രീ ഇങ്ങനെ എഴുതുന്നു, മറിച്ച് പുരുഷനെ എഴുതുമ്പോൾ അത് അംഗീകരിക്കും എല്ലാവരും. പക്ഷെ സ്ത്രീയെ പറ്റി എഴുതുമ്പോഴോ അവളുടെ വിഷമങ്ങൾ പറയുമ്പോഴോ ഇത്തരം അംഗീകാരങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ല. ആദ്യ കാലഘട്ടത്തിൽ രാജലക്ഷ്മി, സരസ്വതി അമ്മ പോലെയുള്ള എഴുത്തുകാർ ഒരുപാട് കാര്യങ്ങൾ തുറന്നെഴുതാൻ ശ്രമിച്ചുവെങ്കിലും എത്രത്തോളം സ്വീകാര്യത അതിന് കിട്ടി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു വളരെ വിവാദപരമായിട്ടൊക്കെ പെണ്ണെഴുത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതിയിലൂടെ, അഗ്നിസാക്ഷി കൃതിയിലൂടെയും അതുപോലെ മാധവിക്കുട്ടിയുടെ എഴുത്തുകളിലൂടെയൊക്കെയാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പാനലിൽ എത്തിയിട്ടുള്ള ആളുകൾ എവരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ സുഭാഷിണി ടീച്ചർ, അതുപോലെ ഡോക്ടർ ലയ, നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട രേഖ CG, അതുപോലെ രംന വികാസ്. ഈ 4 പേരുമാണ് ഇവിടെ ചർച്ച നിങ്ങളോടുമൊത്ത് സംവദിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം ഒരു ചോദ്യത്തിൽ നിന്നാവട്ടെ. നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ, പഴയകാല ചരിത്രം എടുത്തു നോക്കുമ്പോൾ പെണ്ണെഴുത്തുകൾ തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് എത്രത്തോളം സ്വീകാര്യത ലഭിച്ചു? വിരലിൽ എണ്ണാവുന്ന പെണ്ണെഴുത്തുകൾ മാത്രം ആയിട്ട് ആണെഴുത്തിന്റെ ഒരു സ്വാധീനത്തില് പെണ്ണെഴുത്തുകൾ മുങ്ങിപ്പോയിട്ടുണ്ടോ? അതിന്റെ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പാനലിൽ ഇരിക്കുന്ന അംഗങ്ങൾക്ക് നമ്മളോട് സംവദിക്കാൻ കഴിയുമോ? അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരത്തിൽ നിന്ന് തന്നെ ആവട്ടെ നമ്മുടെ ഈ സംവാദത്തിന്റെ തുടക്കം. ആദ്യം സുഭാഷിണി ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. പെണ്ണെഴുത്തുകളുടെ വികാസ പരിണാമത്തിൽ ലിംഗനീതിക്കുള്ള സ്ഥാനം, അതാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ നിരന്നിരുന്ന് പറയാൻ പോകുന്നത്. സമയം നമുക്ക് കൃത്യമായി 3 മിനിറ്റ് വീതമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആശയങ്ങൾ എന്താണോ അത് എഴുതി കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്ന ഒരു ആശയം മുൻപിൽ വെച്ചിരുന്നു. അത് വെച്ച് എഴുതിയത് അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്നത്.
ലോക സാഹിത്യത്തിൽ നിന്ന് തന്നെ തുടക്കം കുറിച്ച പെണ്ണെഴുത്തിൻ്റെ പ്രാധാന്യം മലയാള സാഹിത്യത്തിലേക്ക് എത്തുമ്പോൾ ഒട്ടേറെ എഴുത്തുകാരികളെ നമുക്ക് ഓർക്കേണ്ടതായി വരും. എല്ലാ എഴുത്തുകാരികളെയും പെട്ടെന്ന് എടുത്തു പറയാൻ കഴിയില്ല. മാത്രമല്ല, മുൻപ് എഴുതിയിരുന്ന അത്തരം എഴുത്തുകാരികളെ ലിഖിതമായി അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും അതെങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ കുറേയെങ്കിലും വാമൊഴിയിലൂടെ നമുക്ക് കേട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പെണ്ണെഴുത്ത് എന്ന പ്രയോഗം തന്നെ നമ്മുടെ സാറാ ജോസഫിൻ്റെ പാപത്തറ എന്ന കഥയെ ആസ്പദമാക്കി നമ്മുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാസ്റ്ററാണ് പ്രയോഗിച്ചത്. സ്ത്രീപക്ഷ രചനയിൽ ശക്തമായ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുത്താണത്. പുരുഷാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഒരു മനസ്സായിരുന്നു സാറാ ജോസഫിൻ്റേത്. നമുക്കറിയാം, സാറാ ജോസഫിൻ്റെ ഓരോ കൃതിയും എത്രമാത്രം സ്ത്രീ അധികാരത്തിൻ്റെ, സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ, സ്ത്രീ സ്വത്വബോധത്തിൻ്റെ എഴുത്താണെന്ന് എല്ലാ വായനക്കാർക്കും അറിയാവുന്നതാണ്. ഇന്നും നമ്മുടെ സാറാ ജോസഫ് ഉത്തരോത്തരം ശക്തമായി പ്രവചിക്കുന്നതും അതുതന്നെയാണ്. എല്ലാ ചാനലുകളിലും അവരുമായിട്ടുള്ള എല്ലാ അഭിമുഖങ്ങളിലും നമുക്കത് കേൾക്കാൻ കഴിയും. പെണ്ണെഴുത്തുകളുടെ വികാസ പരിണാമത്തിൽ ലിംഗനീതിക്കുള്ള സ്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മൾ ഓർക്കേണ്ടത് ഇക്കാവമ്മ എന്ന എഴുത്തുകാരിയെ കുറിച്ചാണ്. 1898 അവർ ജനിച്ചത്. ഇക്കാവമ്മ എന്ന എഴുത്തുകാരിയെ കുറിച്ച് പറയാതെ പെണ്ണെഴുത്തിനെ കുറിച്ച് നമുക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്ത്രീകൾക്ക് വഴങ്ങുന്ന മേഖലയാണ് സാഹിത്യമെന്ന് അന്നേ അവർ തറപ്പിച്ചു പറയുകയും അതിനുവേണ്ടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് എഴുതുകയും ഒട്ടേറെ വേദനകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. പക്ഷേ പുരുഷാധിപത്യത്തിൻ്റെയും അരികുവൽക്കരണത്തിൻ്റെയും നിന്ദനയുടെയും ഒരു ഇടിവാളും അവർ ഏറ്റില്ല എന്നതാണ് സത്യം. അതിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയി എഴുത്തിനെ ശക്തമായ ഭാഷയിൽ സ്ത്രീപക്ഷ രചനയെ ശക്തമായി നമ്മുടെ ഓരോരുത്തരുടെ ഇടയിലേക്കും സ്ത്രീയും പുരുഷനും ലിംഗപരമായി മാറ്റമുണ്ടെങ്കിലും വൈകാരികമായി, ചിന്താപരമായി, കർമ്മപരമായി ഒരു പടി മുന്നിൽ നിൽക്കുന്നവളാണ് എന്ന് സമർത്ഥിക്കുക കൂടി നമ്മളുടെ ഇക്കാവമ്മ ചെയ്തു. നമുക്ക് ഇന്നറിയാം, ഏതൊരു സദസ്സിൽ പോയാലും, ഏത് പൊതു ഇടങ്ങളിൽ പോയാലും, തൊഴിലിടങ്ങളിൽ പോയാലും സ്ത്രീയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ബെഞ്ചിൽ ഒന്നാം സ്ഥാനം അവൾക്ക് കിട്ടാറില്ല. ഇത്രയും കാലം വളർന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്തള്ളപ്പെടുന്നത്, രണ്ടാം നിരയിലേക്ക് പോകുന്നത്? ഇത്രമാത്രം വളർന്നു, ഇത്രമാത്രം രചനകൾ ഉണ്ടായി, നല്ല ബോധത്തോടുകൂടെ പഠിപ്പിക്കുന്ന, സംസാരിക്കുന്ന, എഴുതുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് മുൻനിരയിലുള്ള സ്ഥാനം കൊടുക്കാത്തത് എന്ത് എന്ന ചോദ്യം നിരന്തരമായി നമ്മൾ ചാനലിലൂടെ കേൾക്കുന്നതാണ്. ഇനിയും നമ്മൾക്ക് അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ ആവോളം ശക്തമായ രീതിയിൽ തന്നെ പൊതു ഇടങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അടുത്ത നമുക്ക് പറയേണ്ടത് കെ സരസ്വതി അമ്മ എന്ന എഴുത്തുകാരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇക്കാവമ്മയെ പിന്തുടർന്നുകൊണ്ട് കെ സരസ്വതി അമ്മ കുറെ കൂടി ശക്തമായ ഭാഷയിൽ സ്ത്രീക്ക് വേണ്ടി വാദിച്ച സ്ത്രീയാണ്. നമുക്കറിയാം, അങ്കുശമില്ലാത്ത ചാപല്യമേ എന്ന് ഇക്കാവമ്മയുടെ സഹപാഠിയായ ചങ്ങമ്പുഴ എഴുതിയപ്പോൾ, രമണൻ എഴുതിയപ്പോൾ രമണി എന്ന കഥയിലൂടെ അവർ അതിന് മറുപടി കൊടുത്തു. അപ്പൊ അത്തരത്തിൽ ഒരേ തട്ടിലിരുന്നു കൊണ്ട് വിവേചനപരമായ രണ്ട് കണ്ണുകൾ കൊണ്ട് രണ്ട് ദിശയിലേക്ക് നോക്കാതെ ഒരേ ദിശയിലേക്ക് പോകാനുള്ള
ആത്മധൈര്യം നമ്മുടെ സ്ത്രീകൾക്ക് എന്ന് കൈവരുന്നുവോ അന്ന് മാത്രമേ സ്ത്രീത്വത്തിൻ്റെ പദവിയുടെയും അധികാരത്തിൻ്റെയും നന്മയുടെയും കുടുംബത്തെ ഇത്രമാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവൾക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനത്തെയും കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുകയുള്ളൂ. ഒരു പുരുഷനും സ്ത്രീയും എഴുതുമ്പോൾ രണ്ടുപേരും എഴുത്തുകാരാണെങ്കിൽ പുരുഷന് മാത്രം എഴുതുന്ന ഇടവും എഴുത്തുമുറിയും സ്ത്രീക്ക് എല്ലാ പണിയും കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോൾ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പിന് മനസ്സ് ചത്തുപോയിട്ടുണ്ടാകും. എന്നാലും അവൾ ഉള്ളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആശയത്തെ ചെറുതായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പരസ്പരം ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മൾ അനുഭവിക്കേണ്ടി വന്ന തീവ്രത പറയാതെ വയ്യ. ദൃഢനിശ്ചയത്തോടെ ആത്മധൈര്യത്തോടെ ദാർശനികമായി എഴുതിയ എഴുത്തുകാരിയായിരുന്നു കെ സരസ്വതി അമ്മ. സമയം പോകുന്നത് കൊണ്ട് തന്നെ കുറച്ചേ പറയുന്നുള്ളൂ. അടുത്ത നമുക്ക് നമ്മുടെ രാജലക്ഷ്മി. എന്തുകൊണ്ടാണ് 34-ാമത്തെ വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്തത്? നല്ലൊരു കോളേജ് അധ്യാപികയായിരുന്നു. അവർ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞത് തന്നെ, ഞാൻ ജീവിച്ചിരുന്നാൽ ഇനിയും എഴുതും, എനിക്ക് എഴുതാതെ വയ്യ. അപ്പൊ അവരുടെ എഴുത്ത് സമൂഹത്തിനെതിരെയും കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളെതിരെയും കുടുംബ ബന്ധങ്ങളുടെ മൂല്യച്യുതികളെ കുറിച്ചൊക്കെ രാജലക്ഷ്മി തൻ്റെ കണ്ണുകൾ കൊണ്ട് തനിക്കു ചുറ്റും നടക്കുന്ന സാമൂഹ്യ നിലപാടുകളെ കൺതുറന്നുകൊണ്ട് ഉള്ളിലേക്ക് ആവാഹിച്ച് ശക്തമായ ഭാഷയിൽ എഴുതിയപ്പോൾ അവരെ അംഗീകരിക്കാനല്ല കുടുംബവും സമൂഹവും ബന്ധുക്കളും ഒന്നടങ്കം അവരെ ചുട്ടരിക്കാനാണ് ശ്രമിച്ചത്. ഒരു കോളേജ് അധ്യാപികയായിരുന്നിട്ടുമെന്ന് ഞാൻ അടിവരയിട്ട് പറയാണ്. അപ്പൊ അവർക്ക് പോലും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം കിട്ടിയില്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരു എഴുത്തുകാരിയുടെ വിചാര തരംഗങ്ങൾ ഏതു വിധത്തിലായിരിക്കും? അവർ അവസാനിപ്പിക്കും. 34-ാമത്തെ വയസ്സിൽ അവർ അവസാനിപ്പിച്ചു എന്നതാണ് ഏറ്റവും ദയനീയമായ ഒരു കഥ. യജ്ഞതീർത്ഥം എന്നാണ് നമ്മളുടെ ഡോക്ടർ എം ലീലാവതി അവരെ കുറിച്ച്. യജ്ഞതീർത്ഥം, തീർച്ചയായും യജ്ഞത്തിന്റെ തീർത്ഥമായിരുന്നു രാജലക്ഷ്മി. അവർക്ക് ആ തീർത്ഥം മറ്റുള്ളവരിലേക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു നൊമ്പരമായി ഇന്നും നമ്മെ വേട്ടയാടുകയാണ്. ഒരു വഴിയും കുറേ നിഴലുകളും എന്ന കഥയ്ക്ക് എത്ര അവാർഡുകളാണ് അവർ നേടിയത്. എന്നിട്ട് പോലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടിയില്ല എന്നത് സമൂഹത്തിന്റെ മുന്നിൽ ചോദിക്കേണ്ട വലിയൊരു ചോദ്യമായി ഞാൻ നിങ്ങളോടും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. മാധവിക്കുട്ടി എന്ന ഒരു എഴുത്തുകാരി എന്തായിരുന്നു അവർ ചെയ്തതെന്ന് നമുക്കറിയാം. അവരുടെ നിലപാടുകൾ എന്തായിരുന്നു? മരണം വരെ ശക്തമായ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി എഴുതിയ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. പെട്ടെന്നെത്താം. സാവിത്രി രാജീവന്റെ വീട് എന്ന കവിത അവർ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരം പോയി, 1000 കിലോമീറ്റർ കാതം ദൂരെ പോയപ്പോൾ തൊട്ടു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ 500 കാതം തൊട്ടു പിന്നിൽ വീട്. അവിടെ നിന്നും ഓടിയപ്പോൾ വീട് 100 കാതം തൊട്ടടുത്ത്. അപ്പൊ ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സീതാദേവി പണ്ട് പറഞ്ഞ പോലെ ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോകട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ഒരു ത്വര സാവിത്രി രാജീവിന്റെ കവിതകളിൽ നമുക്ക് കാണാം. എഴുത്തുമുറി നിർത്താതെ നിങ്ങൾ അറിയാത്ത കഥാകാരികൾ എഴുതി സാറാ ജോസഫ്, അതുപോലെ ചന്ദ്രിക, സജിതാ മഠം, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആധുനിക കാലത്തെ MK ബേബി ഉറുമ്പുകടി കൊണ്ട് കിടക്കാൻ കിടന്നതാണ്. രാത്രിയോളം പണിയെടുത്ത് കിടക്കാൻ കിടന്നപ്പോൾ ബെഡിൽ നിറയെ ഉറുമ്പാണ്, ശരീരം മുഴുവൻ ഉറുമ്പ്. ആ ഉറുമ്പുകളെ മുഴുവൻ കുടഞ്ഞു കിടന്നപ്പോൾ പോകാതെ DDT അടിച്ചു കൊന്നു. DDT അടിച്ചു കൊടന്ന് സ്വൈരമായി ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് മനസ്സിനകത്തലങ്ങളിൽ ഒരുപാട് ഉറുമ്പുകൾ കടിച്ചു നോവിക്കുന്നു പറയും. അതാണ് നമ്മൾ സ്ത്രീകളുടെ എഴുത്തിന്റെ പ്രത്യേകത. നമ്മുടെ ഉള്ളറകളിൽ നമ്മെ കടിച്ചു കൊല്ലുന്ന ഒത്തിരി അപസ്വരങ്ങളുടെ ഉറുമ്പുകളുണ്ട്. അതിനെതിരെ നമുക്ക് പോകേണ്ടതുണ്ട്. ഞാൻ പ്രീതയുടെ ഒരുത്തന്നെ നീറ്റെടുത്ത് ഞാൻ നിന്നെ നീറ്റിയെടുക്കുന്നു, സങ്കടമുന്തിരികളുടെ ആകെ സത്തയായ നിന്നെ ഞാൻ നീറ്റിയെടുക്കുന്നു. ഓരോ എഴുത്തുകാരികളുടെയും ഓരോ സ്ത്രീ പക്ഷത്തെ പിടിച്ചുകൊണ്ട് എഴുതുന്ന ഓരോ കഥയും ഓരോ കവിതയും ഓരോ ലേഖനവും
സ്ത്രീകൾ ഇനിയും ഒരുപാട് മുന്നോട്ട് ശക്തിയോടെ പോകേണ്ടതുണ്ട്. നമുക്ക് ഒത്തിരി വെല്ലുവിളികളുണ്ട് എന്ന് തന്നെയാണ് ഈ എഴുത്തുകൾ മുഴുവൻ കാണിക്കുന്നത്. നന്ദി, നമസ്കാരം. പാനലിസ്റ്റുകളുടെ സമയം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഭാഷാപരമായ വ്യതിയാനങ്ങൾ, സ്ത്രീ എഴുത്തിന് ഭാഷാപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്ക് മാത്രമായിട്ടുള്ളൊരു ഭാഷ ഉണ്ടായി ഉരുത്തിരിഞ്ഞു എന്നൊക്കെയുള്ള ഒരു സംസാരങ്ങൾ പൊതുവെ നമ്മളെല്ലാവരും കേട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം, അതുപോലെ തന്നെ പെണ്ണെഴുത്തിലെ ലിംഗനീതി എങ്ങനെ നമുക്ക് നടപ്പാക്കാം? നമസ്കാരം. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് ഭാഷാപരമായിട്ടുള്ളതും, രണ്ട് പെണ്ണെഴുത്ത് എന്നുള്ളതിനകത്തുള്ള ഒരു ലിംഗനീതിയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പെണ്ണെഴുത്ത് എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെണ്ണിൻ്റെ അവളുടെ വികാരങ്ങളെ, അവളുടെ അകനോവുകളെ, അവളുടെ വിഷമങ്ങളെയൊക്കെ തുറന്നെഴുതുമ്പോൾ, ഒരു സ്ത്രീ എഴുതുമ്പോൾ നാം അതിനെ പെണ്ണെഴുത്തെന്ന് പറയാറുണ്ട്. മറിച്ചൊരു ചോദ്യം, ലിംഗനീതിയും കൂടി കണക്ട് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. ആണിൻ്റെ വിഷമങ്ങളെ തുറന്നെഴുതുമ്പോൾ, അവൻ്റെ വൈദ്യമായ അനുഭവങ്ങൾ എഴുതുമ്പോൾ അതിനെ നാം ആണെഴുത്ത് എന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊരു ചിത്രരചന എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആൺവരയും പെൺവരയും ഉണ്ടോ? അപ്പോൾ അത്തരം രീതിയിൽ ചിന്തിക്കുമ്പോൾ എഴുത്തിനെ നാം ലിംഗ അടിസ്ഥാനത്തിൽ വിഭാഗിക്കേണ്ടതായിട്ടോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്യൂർ സാഹിത്യത്തിൽ 42 കാറ്റഗറി ക്യൂർ ഉണ്ട് എന്നാണ് പറയുന്നത്, ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും നാം ജെൻഡർ അടിസ്ഥാനത്തിൽ മാറ്റി എഴുതി ഓരോന്നിനെ ഓരോ വിഭാഗമാക്കി വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം. ആ ചോദ്യത്തിനോട് ചേർത്ത് നമുക്ക് കണ്ടെത്താവുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോഴും പ്രയോഗത്തിലുള്ള സ്ത്രീപക്ഷ രചന എന്നുള്ള രീതിയിൽ നാം എല്ലാം ഉപയോഗിക്കുന്ന സ്ത്രീയുടെ വേദനകളെ, സ്ത്രീയുടെ ജീവിതത്തെ, സ്ത്രീകളുടെ വികാരങ്ങളെ ആണോ പെണ്ണോ ക്യൂറോ ആരെ എഴുതിയാലും അതിനെ നാം സ്ത്രീപക്ഷ രചനകളായിട്ട് നാം കണക്കാക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ പറയാറുള്ള പെണ്ണെഴുത്ത് വിഭാഗത്തിൽ പെടുന്ന പല എഴുത്തുകാരും ഞങ്ങൾ പെണ്ണെഴുത്തുകാരല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതിനകത്ത് വരുന്നതാണ് ഗ്രേസിയും ചന്ദ്രമതിയൊക്കെ. അപ്പോൾ ഗ്രേസി പറയുന്നൊരു കാര്യമുണ്ട്, പെണ്ണെഴുത്ത് എന്നുള്ളൊരു ആശയത്തോട് തന്നെ അവർ വിയോജിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു കളത്തിലും ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പകരം മുഖ്യധാര എഴുത്തുകാരിൽ ഒരാളാണ് ഞാൻ എന്നറിയപ്പെടാനാണ് ഗ്രേസി ആഗ്രഹിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തോട് തന്നെ, ആ വാക്കിനോടല്ല, പകരം ഒരു വാക്ക് വെച്ചതുകൊണ്ട് കെട്ടടങ്ങില്ല എന്ന് തന്നെയാണ് ചന്ദ്രമതി പറയുന്നത്. ആശയത്തോട് തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് നമ്മളുടെ ചന്ദ്രമതി എന്ന് പറയുന്ന എഴുത്തുകാരി. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പറയുന്ന പെണ്ണെഴുത്ത് എന്നുള്ള പറയുന്ന ഒരു പ്രയോഗം ഒരു മാർജിനലൈസേഷൻ്റെ, ഒരു അരികിലേക്ക് സ്ത്രീകളെ മാറ്റാൻ വേണ്ടി ഒരുക്കുന്ന ഒരു ചതിക്കുഴിയാണ് എന്ന് പോലും അവർ പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഒരു കഥയുണ്ട്, ഭാഷാ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ. ആ കഥയിൽ ഇതുമായി ആസ്പദമാക്കിയിട്ടുള്ളൊരു പ്രമേയമാണ്. അപ്പോൾ ഇത്തരം രീതിയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ആ കഥാപാത്രത്തോട് ഇതിൻ്റെ തിയറിയൊക്കെ പഠിക്കുന്ന ഒരാൾ, സുഹൃത്ത് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതായത് ഭാഷാപരമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ, തിയറീസ് അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ സ്ത്രീ എഴുതി മനഃപൂർവ്വം അത്തരം ഇതൊന്നും അറിയാത്ത സ്ത്രീയാണ്, ഈ തിയറി ഒന്നും അറിയാത്ത സ്ത്രീ എഴുതുന്നതിൽ നിന്ന് ഭാഷാപരമായ അത്തരം സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാകട്ടെ. അതിനു പകരം സ്ത്രീ ഇന്ന ഭാഷയിൽ എഴുതിയേ മതിയാകൂ എന്ന് പറയുന്നത് ശരിയല്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കൂ, വരുന്ന ഭാഷ എന്താണോ അതിലെഴുതൂ എന്നാണ് ചന്ദ്രമതി ആ കഥാപാത്രത്തിലൂടെ നമ്മളോട് സംവദിക്കുന്നത്. പിന്നെ ചന്ദ്രമതി ഇത്രയും കൂടി തീവ്രത കലർന്ന ഭാഷയിൽ പറയുന്നുണ്ട്. ഷിഹാബുദ്ദീൻ പൊയ്ത്തിൻകടവിൻ്റെ പോസ്റ്റ് മോഡേൺ ഉലക്ക എന്ന് പറഞ്ഞൊരു കഥയിലെ ഒരു വാക്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. സെന്റൻസ് ഇങ്ങനെയാണ്: ഇത്തിരി മുറിവേറ്റാലും വേണ്ടില്ല, വാൾപ്പയറ്റ് നടക്കുന്ന ഈ സ്ഥലം കടന്ന് എനിക്ക് അപ്പുറത്തേക്ക് പോയേ പറ്റൂ എന്ന് പെണ്ണെഴുത്തിൻ്റെ ലിംഗബോധ സമരക്കാരോട് ചന്ദ്രമതി പറയുന്നുണ്ട്. ഇത്തിരി മുറിവേറ്റാലും കുഴപ്പമില്ല, തുല്യത്തിന് തുല്യത, അപ്പോഴാണ് നീതി നടപ്പാക്കുന്നത് എന്നാണ് ചന്ദ്രമതിയുടെ ഒരു ചിന്ത നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ കാണുന്നതിനകത്ത് അങ്ങനെ ഒരു പെണ്ണെഴുത്തിൻ്റെ ഒരു സ്വഭാവം, സ്ത്രീകൾ എഴുതുന്ന പലതിനകത്തും കുറേ കോമൺ പാറ്റേൺസ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അവിടെയാണ് ഇംഗ്ലീഷ് നോവലുകളെ ആസ്പദമാക്കിയിട്ട് ഒരു പുസ്തകമുണ്ട്, ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറഞ്ഞിട്ട്, ഷോവാട്ടറിൻ്റെ രചനയാണത്. ഒരുപാട് ഇംഗ്ലീഷ് നോവലുകൾ എടുത്തിട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അതിനകത്ത് അവർ പറയുന്നത് പല രചനകളിലും സമാനമായിട്ടുള്ള ഒരു ഘടനാരൂപമുണ്ട്. ശരിയാണ്, നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ഇത്
ബയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ജീവശാസ്ത്രപരമായിട്ടോ ഉള്ളൊരു സംഭവമല്ല. കാരണം ഒരേ സാമൂഹ്യ തലത്തിൽ ചരിത്രപരമായ അടിച്ചമർത്തൽ ഏൽക്കപ്പെടുന്ന സ്ത്രീക്ക്, അത് നമ്മൾ നോക്കിയാൽ കേരളത്തിലായാലും ഇന്ത്യ മുഴുവൻ എടുത്താലും ഇംഗ്ലണ്ടായാലും ഫ്രാൻസിലായാലും ഈ പുരുഷാധിപത്യം, പാട്രിയാർക്കിയും പുരുഷാധിപത്യവും ഒക്കെ സ്ത്രീകളെ എവിടെയും ചരിത്രപരമായി അടിച്ചു താത്തിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം രീതിയിൽ ജീവിച്ച് അത്തരം കുടുംബ വ്യവസ്ഥയിൽ ജീവിച്ച് വരുന്ന സ്ത്രീ എഴുതുന്നതിനകത്ത് ഒരു കോമൺ പാറ്റേൺ, അവരുടെ ഉള്ളിൽ അറിയാതെ ഈ കൾച്ചറിനപ്പുറം, ഈ സംസ്കാരത്തിനപ്പുറം ഒരു ഉപസംസ്കാരം ഉടലെടുക്കുകയും അവരെഴുതുന്നതിനകത്തൊരു സോഷ്യൽ ഫെമിനിസം അത്തരം രീതിയിൽ ഒരേ രേഖയിൽ ഉണ്ടാകും. അതിന് ബയോളജിക്കലി യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് ഈ ഒരു എഴുത്തുകാരി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വിഭാഗം ചിന്തിക്കുന്നത്, ഇപ്പോൾ സ്ത്രീ ശരീരത്തെക്കുറിച്ച് സ്ത്രീ എഴുതുന്നത് പോലെ തന്നെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഒരു പക്ഷെ പുരുഷ രീതിയിൽ എത്തുന്നില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ചില സമയത്തൊന്നും ചില പുരുഷന്മാരെ എഴുതുന്നുണ്ടെന്ന്. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ രണ്ടാമത്തെ സെഷനിലാണ് തോന്നുന്നു സ്ത്രീയുടെ ഉള്ളിലെ പുരുഷനെയും ആദ്യയുടെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ ഒരു ക്യൂർ കമ്മ്യൂണിറ്റി പെട്ടില്ലെങ്കിൽ പോലും മനഃശാസ്ത്രം പറയുന്നത് സ്ത്രീയുടെ ശരീരവും പുരുഷന്റെ ശരീരവും വ്യത്യസ്തമായിട്ട് ഇരിക്കെ തന്നെ സ്ത്രീ മനസ്സും പുരുഷ മനസ്സും വ്യത്യസ്തം തന്നെയാണ്. എങ്കിലും ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷനും പുരുഷന്റെ ഉള്ളിൽ ഒരു സ്ത്രീയും ഉണ്ട്. അതിനെയാണ് ആനിമസ് എന്നൊക്കെ സൈക്കോളജിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം പൂർണ്ണമായിട്ട് തന്നെ എഴുതാൻ കഴിയും എന്ന് സൈക്കോളജി പരമായിട്ട് നമുക്കതിനെ പറയാൻ കഴിയും. ഇനി മറുപക്ഷ ചിന്തയും ഉണ്ട് കേട്ടോ. അതായത് സ്ത്രീ എഴുതുന്ന കാര്യങ്ങൾ സ്ത്രീ എഴുതുന്ന അത്രത്തോളം ആത്മാർത്ഥമായിട്ടും പൂർണ്ണമായിട്ടും എഴുതാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒന്നാണ്, മാധവിക്കുട്ടിയും ഗ്രേസിയും അതുപോലെ സാറാ ജോസഫും ഒക്കെ എഴുതിയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ എത്രത്തോളം ദരിദ്രമായിരിക്കുമെന്ന് എൻ പ്രഭാകരൻ പറയുന്നുണ്ട്. എന്നാൽ മറുപക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീരചനകൾ ആവശ്യമാണെങ്കിലും അതിന് സ്ത്രീരചന എന്ന് പറഞ്ഞ വിഭാഗീയതയുടെ ആവശ്യമില്ല എന്ന് ഗുപ്തൻ നായരും കൃഷ്ണൻ നായരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ ഇവിടെ ഇക്കാവമ്മയുടെ കാര്യം പറയുകയുണ്ടായി, മാധവിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു, സരസ്വതി അമ്മയുടെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ ഇത് എഴുതി ഒരു സ്ഥാനം നേടിയപ്പോൾ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു കളത്തിൽ നിന്നുകൊണ്ട് എഴുതുകയും അത്തരം രീതിയിലാണോ അവർക്ക് സ്ഥാനം ലഭിച്ചത്? ഒരിക്കലും അല്ല. അപ്പോൾ ആ എഴുത്തിന് പിന്നീടാണ് നമ്മൾ ആ രീതിയിലേക്കാക്കി മാറ്റിയത്. അപ്പോൾ അത്തരം രീതിയിൽ സ്ഥാനത്തിൻ്റെ അങ്ങനെ ഒരു സിദ്ധാന്തം ഉപയോഗിച്ച് ആരെയും മാറ്റേണ്ട കാര്യമില്ല. സ്ത്രീ അവരുടെ എഴുത്ത് കൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് എത്തിക്കോളും എന്നാണ് പൊതുവിൽ പറയാനുള്ളത്. പിന്നെ സ്ത്രീക്ക് മാത്രമായ ഭാഷയെക്കുറിച്ചായിരുന്നു രണ്ടാമത്തെ ചോദ്യം. സ്ത്രീക്ക് എന്താ പറയുക, സ്ത്രീ ശരീരത്തെക്കുറിച്ച് അവരുടെ ആന്തരിക അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ അതുപോലെ എല്ലാ തീവ്രതയോടുകൂടി അവരുടെ വികാരങ്ങൾ, ലൈംഗികത അടക്കമുള്ളതിനെ പൂർണ്ണമായിട്ട് സ്ത്രീക്ക് തന്നെയാണ് പറയാൻ പറ്റുക, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പുരുഷൻ സൃഷ്ടിച്ച സ്ത്രീയും സ്ത്രീ സൃഷ്ടിച്ച സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതും ശരിയായിരിക്കെ അതിന് വ്യത്യസ്തമായ ഒരു ഭാഷ വേണം എന്ന് ഈ പറഞ്ഞ ഷോവാട്ടറും സാൻഡ്ര ഗിൽബർട്ടും സൂസൻ ഗുബാറും ഒക്കെ ആവശ്യപ്പെടുമ്പോഴും സ്ത്രീക്ക് മാത്രമായ ഒരു ഭാഷ, സ്ത്രീ ഭാഷ തീർച്ചയായിട്ടും പുരുഷ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. എങ്കിലും സ്ത്രീക്ക് ഭാഷ അത്തരം രീതിയിൽ വ്യത്യസ്തമായിട്ട് നമ്മളായിട്ട് നിർമ്മിക്കേണ്ടതില്ല എന്നാണ് ജൂലിയ ക്രിസ്റ്റേവയുടെ ഒരു അഭിപ്രായം. അപ്പോൾ പെണ്ണെഴുത്തിൻ്റെ ഭാഷ വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൽ രണ്ട് കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം എഴുത്തുകാരിയായ സാറാ ജോസഫിലേക്ക് വരുമ്പോൾ സാറാ ജോസഫ് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ത്രീയെ കേന്ദ്രമാക്കിക്കൊണ്ട് സ്ത്രീ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കണം സ്ത്രീ ഭാഷ എന്നും, അതിനകത്ത് ഭാഷയിലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വാക്കുകളെയും ആശയങ്ങളെയും ബോധപൂർവം നമ്മളത് ഒഴിവാക്കണമെന്നും പുതിയ വാക്കുകൾ സൃഷ്ടിക്കാനാണ്. ഇപ്പോൾ നമുക്കറിയാം വേശ്യ എന്നുള്ളൊരു വാക്കാണ്, ഇംഗ്ലീഷിൽ അതിന് വാക്കുകളുണ്ട്, പക്ഷെ മലയാളത്തിൽ ഇതിനാണ് പദങ്ങളില്ല. അപ്പോൾ അത്തരം രീതിയിൽ പുതിയ പുതിയ പദങ്ങൾ ഉണ്ടാക്കാൻ സ്ത്രീക്ക് പറ്റണം. അത്തരം രീതിയിൽ വേണം പുതിയ ഭാഷ സൃഷ്ടിച്ചു കൊണ്ടുപോകാൻ. രണ്ടാമത്തത് ഭാഷയിലെ സ്ത്രീ വിരുദ്ധതയെ അതിനെ നമുക്ക് മറികടക്കാനായിട്ട് കഴിയണം. ഇപ്പം നമ്മൾ അറിഞ്ഞു അറിയാതെ അവനവൻ എന്ന് പറയാറുണ്ട്. അത് അവൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്നെ പറയാൻ പറ്റുമ്പോൾ മാത്രമേ അത്തരം രീതിയിൽ ഭാഷയ്ക്ക് പ്രാധാന്യം വരികയുള്ളൂ എന്നാണ് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ലിംഗനീതിയെ പറ്റിയിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ലിംഗനീതി എന്നത് പെണ്ണെഴുത്തിൻ്റെ ലക്ഷ്യം മാത്രമാണോ, അല്ലെങ്കിൽ നിത്യമായൊരു സമരം കൂടിയാണെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് സാധൂകരിക്കാൻ കഴിയുക? എല്ലാവർക്കും നമസ്കാരം.
പെണ്ണെഴുത്ത് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ സദസ്സിനെ നോക്കി തന്നെ എനിക്ക് പറയാൻ പറ്റും, ആധുനിക കാലത്ത് പെണ്ണെഴുത്ത് എത്രത്തോളം ശക്തമായി നിലനിൽക്കുന്നു എന്ന്. കാരണം കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്ന് വന്ന ശിഖ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വന്നവരുടെ എണ്ണം നോക്കിയാൽ തന്നെ അതിലുള്ള ലിംഗഭേദം തന്നെ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞത് മലയാളത്തിലും ലോക സാഹിത്യത്തിലും വലിയൊരു പ്രസ്ഥാനമായി, അല്ലേ, രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനമായി ഉയർന്നു വന്നിട്ടുണ്ട്. ആദ്യമായി നേരത്തെ സുഭാഷ് ടീച്ചർ പറഞ്ഞു, ആദ്യമായി പെണ്ണെഴുത്ത് എന്ന പ്രയോഗം പ്രയോഗിച്ചത് നമ്മുടെ സച്ചിദാനന്ദ മാഷാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ എപ്പോഴും എന്നും കുടുംബം, വീട്, അടുക്കള, അതുപോലെ അവരുടെ ആ ഒരു ഭാവങ്ങളൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ സ്ത്രീകളുടെ എഴുത്തിൽ വന്നിരുന്നത്. അതിൽ നമ്മൾ അറിയാതെ പോകുന്നത്, ഇപ്പോൾ ബാലാമണിയമ്മ അമ്മക്കവി എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷെ എന്നിട്ടും വൃദ്ധകന്യക എന്നൊരു കവിത അത് ആരും അധികം വായിക്കാതെ പോയൊരു കവിതയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അന്നത്തെ സമകാലീന സംഭവങ്ങളോട് വളരെ പ്രതിഷേധാർഹമായി സംവദിച്ച ഒരു കവിതയായിരുന്നു വൃദ്ധകന്യക. അന്നത്തെ കവിതകളിലെല്ലാം വന്നത് ആ സമയത്തെ അടിച്ചമർത്തപ്പെടലുകളും അതേപോലെ തന്നെ അവിടെയുള്ള അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെയായിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസവും സാമൂഹികമായ ഉയർച്ചയും ഉണ്ടായതോടെ സ്ത്രീകൾ അവരുടെ അനുഭവങ്ങളെ പ്രതിഷേധ സ്വരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയത്. അത് അന്ന് ആ ലിംഗനീതി എന്നുള്ളത് ഒരു ആശയമായി മുന്നോട്ട് വന്നിരിക്കുകയായിരുന്നു. വിവാഹം, ലൈംഗികത, പ്രണയം, അങ്ങനെയുള്ള ഒരുപാട് വിഷയത്തെ തുടർന്നാണ് സ്ത്രീകൾ വളരെ ശക്തമായും വളരെ തുറന്നും പ്രതിഷേധിച്ചു തുടങ്ങിയത്. അത് ആ സമയത്ത് വന്നത് കമലാദാസ്, സാറ ജോസ്, ഗ്രേസി, KR മീര തുടങ്ങിയ എഴുത്തുകാർ അതിനുള്ള ഉദാഹരണങ്ങളാണ്. അന്ന് പ്രണയം, ശരീരം, രതി, ശരീരവർണ്ണന എന്ന രീതിയിൽ ആണ് പെണ്ണെഴുത്ത് എന്ന രീതിയിലാണ് അന്ന് പലരും വ്യാഖ്യാനിച്ചത്. അതിനുശേഷം പിന്നെ പുതിയ തലമുറയിൽ വന്നപ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് തുടർന്ന് ആധുനിക കാലഘട്ടത്തിൽ പെണ്ണെഴുത്ത് വളർന്നത്. ജാതി, മതം അതൊന്നും അല്ലാതെ ഈ ലോകത്തെ സകലമാന മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു എഴുത്തുമായിട്ടാണ് പിന്നീട് ആധുനിക കാലഘട്ടത്തിലെ രചനകൾ സ്ത്രീകളുടേതായി വന്നത്. അതിലുൾപ്പെടുന്നതാണ് K. രേഖ, രാജശ്രീ, പുണ്യ, ജിൻഷ ഗംഗ തുടങ്ങിയ ഒട്ടേറെ ആധുനികാനന്തര എഴുത്തുകൾ ഇതിൻ്റെ ചുവട് പിടിച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും എവിടെയാണ് ലിംഗനീതി നടപ്പാക്കപ്പെട്ടുള്ളത് വലിയൊരു ചോദ്യമാണ്, അല്ലേ? പുരുഷൻ തുറന്നെഴുതുമ്പോൾ പറയും അത് അദ്ദേഹത്തിൻ്റെ വീരസ്യാണെന്ന്. സ്ത്രീകൾ തുറന്നെഴുതുമ്പോൾ നേരത്തെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞു, സ്ത്രീകൾ തുറന്നെഴുതുമ്പോൾ അത് പ്രണയത്തെക്കുറിച്ച് എഴുതിയാൽ അവൾ എത്ര പ്രണയിച്ചിട്ടുണ്ടെന്നാണ് ചോദിക്കുക. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് എഴുതിയാൽ എന്താ മരിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുക. അതേപോലെയാണ് ഓരോ സ്ത്രീകളെയും വ്യാഖ്യാനിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഷീജാവക്കം അന്തിക്കള്ളും പ്രണയഷാപ്പും എഴുതിയപ്പോൾ ഷീജാവക്കത്തിനോട് ചോദിച്ചു എന്ന് പറഞ്ഞു, കള്ളുഷാപ്പിൽ പോയിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ കള്ള് കുടിച്ചിട്ടുണ്ടോ, കള്ളുഷാപ്പിൽ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതുപോലെ നമുക്കിടയിൽ തന്നെയുണ്ട്, അല്ലേ? മിതുഷ മുകേഷിൻ്റെ വേശ്യൻ എന്ന് കേട്ടപ്പോൾ ഒരുപാട് കമൻറ്റുകൾ എന്തായാലും മിതുഷയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ രീതിയിലാണോ ഈ കവിതകളൊക്കെ രചിക്കണേ എന്നുള്ളൊരു രീതിയിൽ നമുക്കറിയാം. ഇപ്പോൾ ദർശനേച്ചിൻ്റെ ആയാലും ഇത്ര മുരട്ട് സ്വഭാവമാണോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ടാകും കവിതകൾ കണ്ടിട്ട്. അത്രയധികം രാഷ്ട്രീയപരമായും സാമൂഹികപരമായും എഴുതുമ്പോൾ അതിൽ വരുന്ന ആ കാഴ്ചകളെ അവരുടേതായ ആ രീതിയിലാണ് എഴുതുക. അത് മറ്റൊരാൾ എഴുതുകയാണെങ്കിൽ, അത് പുരുഷനാണ് എഴുതണമെങ്കിൽ എങ്ങനെയാ വരാ? അത് അവർ സമൂഹത്തോട് പ്രകടിപ്പിക്കുന്നതാണെന്നേ കരുതുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോരുത്തരും ഇപ്പം ഇവിടെ തന്നെ രമ്യയാകും, അതുപോലെ തന്നെ ബിനില, അതുപോലെ ആക്ഷേപഹാസ്യം എഴുതാൻ എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം കുറേ കാലത്തിന് ശേഷം ആക്ഷേപഹാസ്യം വായിച്ചു ശ്രീജാവിധുവിൻ്റെ കവിതകളാണ്. ശ്രീജാവിധുവിൻ്റെ കവിതകളിൽ എനിക്ക് തോന്നുന്നു വായിച്ചു കഴിഞ്ഞാൽ ആദ്യം ജിബിൻ്റെ കവിതകളിലൊക്കെ ആയിരുന്നു തോന്നിയിരുന്നത്. പിന്നെ തോന്നി
ശ്രീജിയും ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പം നമുക്ക് വേറെ ഇപ്പം പുതിയ ഉദാഹരണങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെയുള്ളവർ തന്നെയാണ് നമുക്ക് പെണ്ണെഴുത്തിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി വരുന്നത്. അതുപോലെ നമുക്കറിയാം അല്ലേ, ഇവിടെ വന്നിരുന്ന ഈ പെൺകുട്ടികളെ, സ്ത്രീകളെല്ലാം, പെൺകുട്ടികളെന്ന് പറയുന്നില്ല, സ്ത്രീകളെല്ലാം ഇവിടെ വരുന്നതിന് മുമ്പ് എന്തെല്ലാം കഴിച്ചു വെച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ. നമുക്ക് വേണ്ടി ഒരു നമ്മൾ നേരത്തെ എഴുന്നേറ്റ് എല്ലാ പാചകം ചെയ്തും എല്ലാം വീട്ടുകാരുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടാണ് വരിക. പക്ഷെ മറ്റുള്ളവർ പുരുഷജനങ്ങളാണെങ്കിൽ ഇപ്പോൾ 5 മണിക്ക് വരണേന് 4:30 5 വന്നാലും അവർക്ക് കുഴപ്പമില്ല. അപ്പം ആ രീതിയിലാണ് ഇപ്പം എഴുത്തിൻ്റെ കാര്യത്തിലായാലും ആ ഒരു രീതിയിലാണ് വരുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഭാര്യയും ഭർത്താവും എഴുത്തുകാരാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് ഭർത്താക്കന്മാർക്ക് തന്നെയായിരിക്കും. കാരണം അവർ നമ്മുടെ വീട്ടിൽ ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ ആ ജോലി കഴിഞ്ഞ് അവരുടെ ആ ഇത് കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്തിട്ട് വേണം അവർക്ക് സർഗാത്മകതയ്ക്ക് ഒരു മുറി അന്വേഷിച്ചു പോകാൻ. വിർജീനിയ വോൾഫ് പറഞ്ഞതുപോലെ സ്വന്തം മുറി കണ്ടെത്താൻ അവർക്ക് ഒരിത്തിരി നേരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മാർക്കേസ് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം എഴുത്തുമുറയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുത്തിന് പ്രചോദനകരമായ കാര്യങ്ങൾ, എന്താ ഫ്ലവർ കൊണ്ടുവയ്ക്കുക, ആ എഴുത്തുമുറയിൽ ഫ്ലവർ വേസ് കൊണ്ടുവയ്ക്കുക, അതിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. നമ്മൾക്ക് എത്ര പേർക്ക് അങ്ങനെയുള്ളൊരു സൗകര്യം കിട്ടും അല്ലേ. അടുക്കളയിൽ ഉള്ളി മൂത്ത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചീത്ത വേറെയും കിട്ടും. എഴുത്തിൽ ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു കവിത എഴുതുന്നതിൻ്റെ ഇടയിൽ പാതിരാത്രിയാണ് ഞാൻ എഴുന്നേറ്റത്. പാതിരാത്രി എന്ന് വെച്ചാൽ 1 മണിയായിട്ടുണ്ട്. ഒരു വരി, ഒറ്റ വരിയുള്ളൂ. ആ ഒരു വരി ഒന്ന് എഴുതി വെക്കണം എനിക്ക്. ഞാൻ തൊട്ടടുത്ത് മൊബൈലുണ്ട്, ആ മൊബൈൽ എഴുന്നേറ്റ് 1 മണിയായപ്പോൾ അതൊന്ന് എഴുതി വെച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുക, നീ എന്താ ഈ പാതിരാത്രിക്ക് മൊബൈലിൽ കളിക്കണേന്ന്. ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാനത് വേഗം മടക്കിയെടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ എല്ലാ പുരുഷന്മാർക്കും വേണം എന്നതാണ് എൻ്റെ ഒരാഗ്രഹം. കാരണം എൻ്റെ ആഗ്രഹം പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും. അപ്പോൾ സമത്വം, തുല്യത എന്ന് എത്ര പുരോഗമനമായി ചിന്തിച്ചാലും നമ്മൾക്കറിയാം വീട്ടകങ്ങളിൽ നിന്ന് പൊതുവിടങ്ങളിൽ ഏറെയും കുറഞ്ഞും പല തോതിലും പലപ്പോഴും സ്ത്രീകളെ എഴുത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. അത് ഇപ്പം നമുക്ക് ഇവിടെ തോന്നും അല്ലേ, ശിഖയില് അങ്ങനെ ഒരു ഇല്ല. ശിഖയില് എപ്പോഴും രാവണി മാഷ് മാറി നിന്നിട്ട് ബാക്കിയുള്ളവരെ കയറ്റുന്ന ഇതേ മാഷ് ചെയ്യുള്ളൂ. കാരണം എല്ലാം ഇപ്പം നമുക്ക് ശിഖയുടെ ഓരോ പ്രവർത്തനവും എടുത്തു നോക്കിയാൽ അറിയാം. പൊതുവിടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഏതൊരു പ്രവൃത്തിയിലും നമുക്ക് ഇപ്പം ക്യാമ്പുകളായിക്കോട്ടെ, ഇതുപോലെ ഫെസ്റ്റുകളായിക്കോട്ടെ, ഏതെങ്കിലും പുസ്തക പ്രകാശനമായിക്കോട്ടെ, ഏതിലും 1 or 2 ആണുങ്ങളൊഴികെ ബാക്കി എല്ലാവരും സ്ത്രീകളായിരിക്കും അല്ലേ. അതിൻ്റെ അഡ്മിൻസിനെ തന്നെ നോക്കിയാൽ നമുക്കറിയാം ഫുൾ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം ശൈലികൾ നമ്മൾ അതിജീവിക്കുന്നുണ്ട്. പക്ഷെ അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് എടുത്തു ചാടാനുള്ള ഒരു ശക്തി നമുക്കും കിട്ടണം, നമുക്ക് മുന്നോട്ട് വരുന്ന തലമുറയ്ക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ലിംഗനീതി എന്നാല് സ്ത്രീക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നതിലല്ല, അവൾ സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദം ലോകം കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ വശം കൂടി ഉൾക്കൊണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നതൊരു സംശയമാണ്. അങ്ങനെയാണെങ്കിൽ പെണ്ണെഴുത്തിൻ്റെ ഒരു രാഷ്ട്രീയ വശം വിശകലനം ചെയ്യാൻ പറ്റുമോ? ചോദ്യം രമണ. പ്രിയപ്പെട്ട മോഡറേറ്റർ, എൻ്റെ കൂടെ വേദി പങ്കിടുന്ന മറ്റ് പാനലിസ്റ്റുകൾ, ബഹുമാന്യരായ സദസ്യരെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ബിനിലയുടെ ചോദ്യത്തിനുള്ള ഉത്തരം, ലിംഗനീതി എന്നത് സ്ത്രീക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നതിലല്ല, അവൾ സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദം ലോകം കേൾക്കുന്നുണ്ടോ എന്നത് ഉറപ്പാക്കുന്നതാണ്. ഇവിടെ ഒരു നിർണായകമായ രാഷ്ട്രീയ വശം കൂടി മറഞ്ഞു നിൽക്കുന്നു. കാരണം ആർക്കാണ് സംസാരിക്കാൻ അധികാരം? ആരുടെ ശബ്ദമാണ് കേൾക്കപ്പെടുന്നത്? ആരുടെ അനുഭവങ്ങളാണ് ചരിത്രത്തിലും സാഹിത്യത്തിലും എഴുതപ്പെടുന്നത്? ഈ എല്ലാ ചോദ്യങ്ങളെയും അധികാരത്തെയും സാമൂഹ്യ ഘടനയെയും കുറിച്ചുള്ളതാണ്.
മാധവിക്കുട്ടി എൻ്റെ കഥയിൽ സ്ത്രീയുടെ ശരീരവും ആഗ്രഹങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ അത് വെറും ഒരു വ്യക്തിപരമായ ആത്മകഥയല്ല, സമൂഹം നിയന്ത്രിച്ചിരുന്ന ഒരു ഇരുണ്ട മൗനത്തെ തകർത്ത രാഷ്ട്രീയ ഇടപെടലായിരുന്നു. അതുപോലെ സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ മതവും കുടുംബവും ചേർന്ന് ഒരു സ്ത്രീയെ നിയന്ത്രിക്കുന്ന ഘടനകളെ ചോദ്യം ചെയ്യുമ്പോൾ എഴുത്ത് തന്നെ ഒരു പ്രതിരോധ രാഷ്ട്രീയമായിട്ട് മാറുന്നു. ഇന്ത്യൻ സാഹിത്യത്തിലേക്ക് വന്നാൽ ഇസ്മത് ചുങ്തായിയുടെ ലിഹാഫ് വിവാദമായത് മറച്ചുവെച്ച സത്യങ്ങളെ പുറത്തു കൊണ്ടുവന്നതുകൊണ്ടാണ്. അതുപോലെ സരസ്വതി അമ്മ വളരെ ലളിതമായ വാക്കുകളിലാണ് നമ്മോട് സംവദിച്ചിരുന്നതെങ്കിലും ആ എഴുത്തിനും കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അതുപോലെ ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതികളും വ്യക്തമായ സ്ത്രീകളുടെ ഇരുണ്ട ഒരു ജീവിതത്തിന് നേർക്കുള്ള വ്യക്തമായ രാഷ്ട്രീയത്തിൻ്റെ എഴുത്തുകളായിരുന്നു. അതുപോലെ തന്നെ ജാതിയും ലിംഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ഇന്നത്തെ കാലത്തുള്ള എഴുത്തിൽ മീന കന്ദസ്വാമി, ഇന്ന് കേരളത്തിൽ വന്നാൽ ഉദയ പയ്യന്നൂര്, ആതിര ആറ്, ഏറ്റവും പുതിയതായിട്ട് വന്ന വിദുഷയുടെ വേശ്യൻ എന്നിവയെല്ലാം തന്നെ വ്യക്തമായ ലിംഗ വ്യത്യാസങ്ങളെക്കുറിച്ചും വിശാലമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി നമ്മളോട് സംസാരിക്കുന്നു. പെണ്ണെഴുത്ത് ഒരു വ്യക്തിപരമായ അനുഭവത്തിന്റെ രേഖപ്പെടുത്തൽ മാത്രമല്ല, ഇവർക്ക് സമൂഹത്തിലെ എല്ലാ അധികാര ഘടനകളെയും ചോദ്യം ചെയ്യുന്ന ഒരു വിശാല രാഷ്ട്രീയമായി മാറുന്നു. അതിനാൽ പെണ്ണെഴുത്തിന്റെ രാഷ്ട്രീയം എന്നത് സ്ത്രീയുടെ ശബ്ദം കേൾക്കപ്പെടാനുള്ള അവകാശം ഉറപ്പാക്കുന്നതും മറച്ചുവെച്ച അനുഭവങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നതും അനീതിയായ എല്ലാ ഘടനകളെയും ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. ഒരു സ്ത്രീ എഴുതുമ്പോൾ അത് കഥയോ കവിതയോ എന്തുമായിക്കോട്ടെ, അവർ നമ്മളോട് ഒരു കഥ പറയുകയല്ല, മറിച്ച് ധൈര്യപൂർവ്വം നീതി നടപ്പാക്കേണ്ടുന്ന അധികാരികളോട്, അനീതി കാട്ടുന്നവരോട്, തനിക്കെതിരെ നിൽക്കുന്ന സമൂഹത്തിനോട് ചോദ്യം ചോദിക്കുകയാണ്. അത് നീതി ലഭിക്കുന്നതുവരെ സ്ത്രീ എഴുത്തുകാർ തുടർന്നുകൊണ്ടേയിരിക്കും. ലിംഗനീതിയിലേക്കുള്ള ആദ്യ കാൽവെപ്പ് എന്ന് എന്നെ കേട്ടിരിക്കുന്ന ഈ കുഞ്ഞൊരു സമൂഹത്തിനോട് ആ ശബ്ദങ്ങളെ കേൾക്കുക, അംഗീകരിക്കുക, അതാണ് ലിംഗനീതിയിലേക്കുള്ള ആദ്യപടി. നമുക്ക് കേൾക്കാം, അംഗീകരിക്കാം, മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാം. നന്ദി. നമ്മുടെ ഈ സെക്ഷന്റെ സമയം ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് ശേഷം ഇനി ഉച്ചഭക്ഷണമൊക്കെ കൃത്യസമയത്തിന് നടത്തേണ്ടതുണ്ട്. ഇവിടെ അത് വളരെ കർശനമായിട്ട് സമയം നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സെക്ഷനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇതിനോടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആർക്കും പ്രശ്നപ്പെട്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് സുധീഷ് ചന്ദ്രൻ എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇപ്പോൾ ത്യാഗേച്ചി പറഞ്ഞ പോലെ എത്ര പുരോഗമനം പറഞ്ഞാലും നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ തുല്യ നീതിക്കുമൊക്കെ മുറവിളി കൂട്ടുന്നവരാണ് എല്ലാവരും. 1990കളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു ഫെമിനിസം അല്ലെങ്കിൽ പെണ്ണെഴുത്തുകൾ എന്ന് പറയുന്ന പദം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയത്. ഞാൻ പറയുന്നത്, എന്തിനാണ് അങ്ങനെ ഒരു വേർതിരിവ് എന്നാണ്. പെണ്ണെഴുത്തുകൾ, ദളിത് എഴുത്തുകൾ, മാപ്പിള എഴുത്തുകൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വായനയെ അല്ലെങ്കിൽ എഴുത്തിനെ വർഗപരമായി വിഘടിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഡോക്ടർ ലയ ടീച്ചറോടാണ്. അതെ, അതേക്കുറിച്ച് തന്നെയാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. അതായത് അത്തരം രീതിയിൽ എഴുത്തിൻ്റെ അകത്ത് നമുക്ക് വിഭാഗീയതയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അടിച്ചമർത്തപ്പെട്ട ഒരാളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. അതാണ് ഇക്വിറ്റിയും ഇക്വാളിറ്റിയും, തുല്യതയും സമത്വവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം
ഈ പറഞ്ഞ പോലെ പെണ്ണെഴുത്തുന്നുള്ള ഒരു പ്രയോഗത്തിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ഈ എഴുത്തുകളിലെല്ലാം കാണുന്ന സമാനതയാണ്. പക്ഷെ ആ സമാനത സ്ത്രീ ചരിത്രപരമായി അനുഭവിച്ച ചില അടിച്ചമർത്തലുകളിൽ ഒരേപോലെ ശബ്ദിച്ചു പോയതാണ്. ഇപ്പോൾ എവിടെയാണോ നീതി നടപ്പിലാക്കേണ്ടത്, വിഭാഗീയതയാണോ അല്ലാത്തതാണോ എന്നുള്ളതാണ്. അപ്പോൾ വെർജീനിയ വുൾഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷേക്സ്പിയർ ഒരു ആണായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹം പാചകവും ചെയ്ത് തുണിയും കഴുകി അതിൻ്റെ അഴുക്കും കളഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോൾ വെർജീനിയ വുൾഫ് പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു? റൂം ഫോർ വൺസ് ഓണിനകത്ത് പറയുന്നത് സ്ത്രീക്ക് ഒരു മുറി വേണം എന്നാണ്, അതല്ലാതെ ഒരു ടാഗ് വേണം എന്നല്ല. അവിടെയാണ് സാറിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത്. കാരണം സ്ത്രീക്ക് എഴുതാൻ ഒരു മുറി വേണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ സ്വീകരിക്കുന്ന അവളുടെ എഴുത്തിൻ്റെ അകത്ത് കള്ളികൾ തിരിക്കലല്ല, ആ എഴുത്തിനവിടെ സ്വീകരണം ഉണ്ടായിരിക്കണം. അവളുടെ എഴുത്തുകാരിയുടെ എഴുത്തിനും എഴുത്തുകാരിക്കും സ്വീകാര്യത വേണം. അവൾ തുറന്ന് എഴുതുമ്പോൾ അത് പുരുഷൻ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് സമൂഹത്തോടുള്ള നീതിയും സമൂഹത്തെക്കുറിച്ച് എഴുതുന്നത്, സ്ത്രീ എഴുതുമ്പോൾ അവളുടെ സ്വഭാവദൂഷ്യമായിട്ട് കാണുന്ന ഒരു സമൂഹം മാറണം. സമൂഹം മാത്രമല്ല അവിടെ മാറേണ്ടത്, സ്ത്രീക്ക് എഴുതാനായിട്ട് സമയം കണ്ടെത്തേണ്ട ഒരു കുടുംബ വ്യവസ്ഥ ഇവിടെ ഉണ്ടാകണം. അപ്പൊ ഇത്തരം രീതിയിൽ ലിംഗനീതി നടപ്പിലാകുമ്പോൾ പെണ്ണെഴുത്തുന്നൊരു കള്ളിയിലേക്ക് പെടുത്തലോ അല്ലെങ്കിൽ ലിംഗനീതി എന്ന് പറയില്ല, സാമൂഹ്യപരമായിട്ട് തന്നെ ആ നീതി സമൂഹനീതിയായിട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴാണോ ഒരു പെണ്ണ് എഴുതുമ്പോൾ അവളൊരു എഴുത്തുകാരിയായിട്ട് സ്വീകരിക്കുന്നത്, എപ്പോഴാണോ അവളുടെ എഴുത്തുകളെ ഒരു സ്റ്റാൻഡേർഡുള്ളൊരു എഴുത്ത് എന്നുള്ള രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്, എപ്പോഴാണോ അകത്തളങ്ങളിൽ അവൾക്ക് എഴുതാനായിട്ട് സമയം കണ്ടെത്തുന്നതിനെ ജനം അല്ലെങ്കിൽ കുടുംബം കുറ്റപ്പെടുത്താതിരിക്കുന്നത്, എപ്പോഴാണോ അവളുടെ അകനോവുകളെ കുറിച്ച് എഴുതുമ്പോൾ ഇത് സമൂഹം കൽപ്പിച്ച മൂല്യബോധത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കുന്നത്, എപ്പോഴാണ് ഒരു സ്ത്രീ എഴുതി ഉയർന്നു വരുമ്പോൾ അവളെ പിടിച്ച് താഴേക്ക് വലിച്ചിടുന്ന രീതി സമൂഹത്തിൽ മാറുന്നത്, എപ്പോഴാണ് ഒരു സ്ത്രീ തുറന്നെഴുതുമ്പോൾ അവൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തി അവളെ വലിച്ചിടാതിരിക്കുന്നത്, അപ്പോഴൊക്കെയാണ് ഇവിടെ ലിംഗനീതി പാലിക്കപ്പെടുന്നത്. അതല്ലാതെ പെണ്ണെഴുത്തുന്നുള്ളൊരു പദത്തിലല്ല, പെണ്ണെഴുതുന്ന കാര്യത്തിനോട് സമൂഹവും കുടുംബവും വ്യക്തികളും നീതി പുലർത്തുമ്പോഴാണ് യഥാർത്ഥ ലിംഗനീതി പാലിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിമിതി ഉണ്ട് കേട്ടോ, പെട്ടെന്ന് ചോദ്യം ചോദിക്കണം. ചോദ്യമല്ല, രേഖ വന്ന് പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ എത്ര പേര് ആണുങ്ങൾ വന്നപോലെ വന്നിട്ടുണ്ട് ശിഖ ഫെസ്റ്റിവലിൽ? രേഖ അവിടെ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തിട്ട് നേരത്തെ എന്നിട്ട് വന്നിട്ടുണ്ട്, ആണുങ്ങൾ വന്ന് നേരെ കൈവീശി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ രേഖ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം നെയ്പായസം, മതിക്കൊണ്ട് നെയ്പായസത്തും അറിയാം, എവിടെ പോയാലും പെണ്ണിൻ്റെ ഒരു വീടുണ്ടാവും, പരിപ്പ് കരിഞ്ഞു എന്നുള്ള ഒരു വ്യാപാരമുണ്ട്. പിന്നെ ചില പാട്ട്, ഇപ്പോൾ ഭാസ്കരൻ മാഷൊക്കെ പാട്ട് കേൾക്കുമ്പോഴേ ഇങ്ങനെ അറിയിക്കുന്നു, എന്നും ഞാൻ വന്നു വിളിച്ചില്ല എങ്കിൽ ഉണ്ണിൽ ഉറങ്ങില്ല മൽജീവനാഥൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉണ്ണാന്മാരുണ്ടോന്ന്. കാരണം ഭാര്യ ഒന്ന് വിളിച്ചാൽ ഉണ്ണാനും ഒക്കെ വരുള്ളൂ എന്നുള്ളൊരു കാലാവസ്ഥ അന്നുണ്ട്. ഇന്നും അതിൻ്റെ മാറ്റം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അവർ എല്ലാം ഭക്ഷണം ഇപ്പോൾ വന്ന രേഖ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം അങ്ങനെ സാഹചര്യം നമ്മൾ അരക്കുറ്റുറപ്പിക്കുകയാണ്. പെണ്ണെന്ന് പറയുന്നത് ഒരു ഉപകരണമാണെന്നുള്ളത് ഇപ്പം എൽസയാണ്, ഇപ്പോഴത്തെ യന്ത്രം എൽസ എന്ന് പറയുമ്പോൾ ആ എൽസകളായിരുന്നു പണ്ടത്തെ അമ്മമാർ. ഒരു ചായ എന്ന് വിളിച്ച് പറയുമ്പോൾ ചായ കൊണ്ടുവന്നു. അപ്പം അങ്ങനത്തെ ഒരു മാറ്റം ഇനി വന്നിട്ടുണ്ടോ എന്ന് സംശയം. നമസ്കാരമുണ്ട്, പാലക്കാടുകാരനാണ്. ഇപ്പോഴേ ഒരു പോയിന്റിന് നിങ്ങളെല്ലാവർക്കും പരിചയമുള്ള സുപരിചിതനായിട്ടുള്ള ഗോവിന്ദൻ കുട്ടി മേനോൻ്റെ ഇടശ്ശേരിയ കവിതകൾ പലരും കേട്ട് കാണും. പൂതപ്പാട്ടൊക്കെ വളരെയധികം ഫേമസ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ്. അതുകൂടാതെ ഞാൻ ഇന്ന് സത്യത്തിൽ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലില്ല, ഈ ചെറിയൊരു പരാതിയായിട്ട് ആലുവ ഹോസ്പിറ്റലിൽ അത്യാവശ്യം ഉണ്ടായ, ഞാൻ ക്യാപ്റ്റൻ സന്തോഷ് എന്നാണ് എൻ്റെ പേര്, ക്യാപ്റ്റൻ സന്തോഷ് ഇടശ്ശേരി നമ്പൂതിരിയാണ്, അയ്യപ്പ ഭക്തനാണ്. മണികണ്ഠസ്വാമിൻ്റെ പടിപൂജയ്ക്കാണ് ഞാൻ വരാറ്. നാരായണൻ തിരുമേനി എൻ്റെ അച്ഛൻ്റെ പേരാണ്, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത്. രാഷ്ട്രപതിയുടെ സേവനത്തിന് ഒരു അവാർഡ് വാങ്ങിച്ച ആളാണ്. ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് പാട്ടൊക്കെ വന്ന് പാടിയിട്ട് പോയിട്ടുണ്ട്. ഇതിന് മുന്നേ ഇവിടെ മഹോത്സവം നടന്ന സമയത്ത്, അതേമാതിരി കുംഭമേളകളിൽ ഞാൻ എല്ലാവരുടെയും ദൃശ്യമാകും. എന്നെ ഒരു ക്ഷേത്ര ആചാരണകൾക്കും ഞാൻ എതിരല്ല, എങ്കിലും ചെറിയ ഒരു
ഇതോട് കൂടിയിട്ട് ഇപ്പൊ ശ്രീ എന്ന് പറഞ്ഞു. ശ്രീ എന്ന് പറയുന്ന സമയത്ത് ക്ഷമയിങ്കലവൾ ധരിത്രി പോൾ, രൂപത്തിങ്കലവൾ ലക്ഷ്മി പോൽ, ശയനത്തിങ്കലവൾ വേശ്യ പോൽ. വളരെ ചാരിതാർത്ഥമായിട്ടുള്ള സ്ത്രീ എന്ന വിഷയത്തിന് വളരെയധികം അർത്ഥവത്താക്കുന്ന ഒരു കാര്യമല്ല ഇത്. എന്നാൽ വേറൊരു ചോദ്യം കൂടി ഉണ്ട് ഇവിടെ. കനകം മൂലം കാമിനി മൂലം പല കലഹം പലതും ഉണ്ടായിടും. അതിനും കാരണം സ്ത്രീ തന്നെയാണ്, അല്ലേ? അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ അമൂല്യമായ ഒരു കുടുംബത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സ്ത്രീ തന്നെയാണ്. രണ്ട് മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കും. ഒരു ശ്ലോകത്തോടെ അവസാനിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമായ. അപ്പൊ ഇതോടെ ഞാൻ അവസാനിച്ചു. താങ്ക് യു. റൈറ്റ്. പാലസ്യകളെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ്. അതിലേക്കായിട്ട് നമ്മൾ സെലീന ജോർജ്, സിന്ധു ആർ, സരിത കൈതോല, മിതുഷ എന്നിവരെ വേദിക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ സെലീന ടീച്ചർ ഡോക്ടർ ലയേരിയും സുഭാഷ് ടീച്ചറെ ആദരിക്കുന്നതാണ്. സെലീന ടീച്ചർ സുഭാഷ് ടീച്ചർക്ക് ആദരം സമർപ്പിക്കുന്നു. അടുത്തതായി സെലീന ടീച്ചർ ഡോക്ടർ ലയയ്ക്ക് കൂടി ആദരവ് സമർപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി ബിഹലിയെ ആദരിക്കാൻ വേണ്ടി സിന്ധു ആറിനെ ക്ഷണിക്കുന്നു. രേഖ ചേച്ചിയെ ആദരിക്കാൻ വേണ്ടിയിട്ട് മിതുഷയെ ക്ഷണിക്കുന്നു. അടുത്തതായി രമ്യയെ ആദരിക്കുന്നു നമ്മുടെ സരിത കൈതോല. നമ്മുടെ ഈ സെഷൻ ഇവിടെ ഇനി ഉച്ചഭക്ഷണം ഉണ്ട്. അപ്പൊ 12:40